അമേരിക്കയുടെ ചാരന്മാർ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ ന്യൂഡൽഹിയിലും അതുപോലെ തന്നെ കൊൽക്കത്തയിലും രഹസ്യമായി തമ്പടിച്ച് ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നുമെങ്കിലും ഇങ്ങനെയാണ് അമേരിക്ക ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും നിരീക്ഷിച്ചത്. ഇത് ഇന്ത്യയുടെ മാത്രം കഥയല്ല. ലോകത്തെ മറ്റു പല ഭാഗങ്ങളിലും ഇതുപോലെ US-ന്റെ ചാരന്മാർ തമ്പടിച്ച് ആ രാജ്യത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ട്രംപ് പുറത്തുവിട്ട രഹസ്യങ്ങളാണ് ഇതൊക്കെ. രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നു, രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു, രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ, സാമൂഹികാവസ്ഥ, അതുപോലെ തന്നെ രാജ്യം മറ്റു രാജ്യങ്ങളുമായി എങ്ങനെ കൈകോർക്കുന്നു എന്നീ വിഷയങ്ങളെല്ലാം നേരിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി അപ്പോഴപ്പോൾ അമേരിക്കയ്ക്ക് റിപ്പോർട്ടുകൾ അയക്കുകയായിരുന്നു ഈ ചാരന്മാരുടെ പ്രധാനപ്പെട്ട ജോലി. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിയായ CIA-യുടെ ചാരന്മാരാണ് ഇത്. ഈ കഥ പറയുമ്പോഴും അറിയുമ്പോഴുമാണ് അമേരിക്ക എങ്ങനെയാണ് ശീതയുദ്ധ കാലഘട്ടത്തിൽ ലോകം ഭരിച്ചിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ F. കെന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ട ട്രംപാണ് 1960-കളിൽ CIA എന്താണ് ലോകത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യം പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെയേറെ കൗതുകം തോന്നുന്ന ഒരു കാര്യം 1960-കളിൽ ഇന്ത്യയിലെ ഡൽഹിയിലും അതുപോലെ തന്നെ കൊൽക്കത്തയിലും ഇവരുടെ സീക്രട്ട് ബേസ് ഉണ്ടായിരുന്നു എന്നതാണ്. ലോകത്തിന്റെ കണ്ണിൽ നിന്നും മാറി അവർ അവരുടെ ജോലികൾ വളരെ വൃത്തിയോടെ അത്തരം സീക്രട്ട് ബേസിൽ ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ചർച്ചയാവാനുള്ള കാരണം ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുൻ പ്രസിഡന്റായിരുന്ന ജോൺ F. കെന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് അമേരിക്ക ഇത്രനാളും പൂഴ്ത്തിവെച്ച രേഖകൾ ട്രംപ് പുറത്തുവിട്ടതോടെയാണ് 1960-കളിൽ അമേരിക്ക എങ്ങനെയാണ് ലോകത്തെ നോക്കിയിരുന്നത് എന്ന കാര്യം നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഇത് ഇന്ത്യയുടെ മാത്രം കഥയാണെന്ന് കരുതരുത്. ഇന്ത്യ മാത്രമല്ല, ലണ്ടൻ ആകട്ടെ, റോം ആകട്ടെ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം രഹസ്യ സങ്കേതങ്ങൾ CIA-ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. യൂറോപ്പ്, ബാഴ്സലോണ, ലണ്ടൻ ഒക്കെ തന്നെ ഇത്തരം പ്രദേശങ്ങൾ നിറഞ്ഞതായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്താംബുൾ, അതുപോലെ തന്നെ കൊളംബോ, ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ CIA-യുടെ ഇത്തരം രഹസ്യ സങ്കേതങ്ങൾ പ്രവർത്തിച്ചതായിട്ടാണ് ഈ ലിസ്റ്റ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ രാവൽപിണ്ടിയിലാണ് പാകിസ്ഥാനിലെ CIA-യുടെ രഹസ്യ സങ്കേതം പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിവിടെ ന്യൂഡൽഹി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇസ്ലാമാബാദ്. അതായത് പാകിസ്ഥാന്റെ ഭരണസിരാ കേന്ദ്രമാണ് ഇസ്ലാമാബാദ്. മാത്രവുമല്ല, രാജ്യത്തിന്റെ തലസ്ഥാനവും ഇതുതന്നെയാണ്. എന്നാൽ ഇവിടെ CIA എന്തുകൊണ്ട് സ്വന്തം രഹസ്യ സങ്കേതം തിരഞ്ഞെടുത്തില്ല എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയേറെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രാവൽപിണ്ടി പാകിസ്ഥാനിൽ ചെലുത്തുന്ന സ്വാധീനം ഒന്നു തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയം വിലയിരുത്തുകയാണെങ്കിൽ ഇസ്ലാമാബാദിനേക്കാൾ എന്തുകൊണ്ടും സ്വാധീനശേഷിയുള്ള സ്ഥലമാണ് ഈ രാവൽപിണ്ടി. അവിടെയാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങളും വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളും ഒക്കെ വരുന്നത്. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എവിടെയും ബംഗ്ലാദേശിന്റെ പേര് കാണാൻ കഴിയില്ല എന്നതാണ്. ബംഗ്ലാദേശിൽ CIA എന്തുകൊണ്ട് ഒരു രഹസ്യ സങ്കേതം നിർമ്മിച്ചില്ല എന്നൊരു ചോദ്യവും ഇവിടെ വരാമല്ലോ. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം 1960-കളുടെ കഥയാണ് ഇതൊക്കെ. 1971-ലാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമാകുന്നത് പോലും. 73, 74, 75 കാലഘട്ടത്തിലൊന്നും വരെ ഈ ഒരു രാജ്യത്തെ, അതായത് പാകിസ്ഥാനിൽ നിന്നും വിഘടിച്ചുണ്ടായ ബംഗ്ലാദേശ് എന്ന മഹാരാജ്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത രാജ്യമാണ് അമേരിക്ക എന്ന ചരിത്രം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാകിസ്ഥാന്റെ കൂടെ നിലയുറപ്പിച്ച അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ഒരു കാലഘട്ടം വരെ ബംഗ്ലാദേശ്. പക്ഷേ ഇന്ന് സ്ഥിതിയൊക്കെ മാറി, വളരെ മാറി. വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് ഇതൊക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക, ഗ്രീസ്, അതുപോലെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള രഹസ്യ സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ 2 പ്രദേശങ്ങൾ, അതായത് ന്യൂഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട മേഖലയാണെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് കൊൽക്കത്തയും. ഈ 2 പ്രദേശങ്ങളിലും CIA പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CIA-യുടെ രഹസ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇന്ത്യക്ക് അറിയാമായിരുന്നോ എന്ന ചോദ്യമാണ്. അതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഈ റിപ്പോർട്ടിൽ തന്നെ സീക്രട്ട് ബേസ് ഓർ ബ്ലാക്ക് സൈറ്റ് എന്നാണ് അവർ പറയുന്നത്. അതായത് ആരും അറിയാതെ, ലോകത്തിന്റെ കണ്ണിൽ പെടാതെ
അറിയാതെ തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ സീക്രട്ട് ഏജന്റുകളെ അവിടെ കൊണ്ടുപോയി നിർത്തി കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാനുള്ള അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു. അതായത് അമേരിക്കയുടെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇത്തരം സങ്കേതങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്താരും അറിയാതിരിക്കാൻ അവർ അതീവ ജാഗ്രതയും പുലർത്തി പോന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 രാജ്യങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ കാണാൻ കഴിയില്ല എന്നതാണ്. അത് മറ്റാരുമല്ല, ഒന്ന് അമേരിക്കയുടെ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള USSR, അതായത് ഇന്നത്തെ റഷ്യയും, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശത്രുവായ ചൈനയുമാണ്. റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയും അതുപോലെ തന്നെ ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബീജിങ്ങും ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഹോങ്കോങ്ങിൽ ഇത്തരം ഒരു സങ്കേതം ഉണ്ടായിരുന്നു എന്നത് ഈ ലിസ്റ്റിൽ പറയുന്നുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് 1960 കാലഘട്ടത്തിൽ ഹോങ്കോങ് UK-യുടെ കീഴിലായിരുന്നത് കൊണ്ടാണ്. മാത്രവുമല്ല സിംഗപ്പൂർ, തായ്വാൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇത്തരം സങ്കേതങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1960 കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്നും മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. 2025, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം വരുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? മാത്രവുമല്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടോ എന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ നമുക്കിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരു രാജ്യത്ത് പോയി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മറ്റൊരു രാജ്യത്ത് പോയി അവിടെ ഒരു സ്ഥലം എടുത്ത് അവിടെ വളരെ രഹസ്യമായിട്ട് താമസിച്ച് ആ രാജ്യത്തെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമോ അങ്ങനെ ഒരു ആവശ്യമോ ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇന്റർനെറ്റ് യുഗത്തിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യകത നമുക്ക് ഇട വരുന്നില്ല. സ്വന്തം രാജ്യത്ത് ഇരുന്നുകൊണ്ട് തന്നെ, അതായത് അമേരിക്കയ്ക്ക് ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കണമെന്നാണെങ്കിൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് 2013 ഒരു കഥ ഓർമ്മ വരുന്നത്. 2013 കാലഘട്ടത്തിൽ അമേരിക്കയ്ക്കെതിരെ ഇത്തരം ഒരു വലിയ ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് ബറാക് ഒബാമയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അമേരിക്ക ഒരു കാര്യം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കൻ ചാരന്മാര് മറ്റ് രാജ്യത്തെ തലവന്മാരുടെ, അതായത് പ്രസിഡന്റ് ആവാം, പ്രധാനമന്ത്രിയാകാം, ആരുമാകാം, അവരുടെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുകയും ഹാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആരോപണം വലിയ രീതിയിൽ ആ കാലഘട്ടത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കാണിക്കുന്നത് 2013 വാൾ സ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളാണ്. മറ്റു രാജ്യത്തെ തലവന്മാരെ നിരീക്ഷിക്കുന്ന അമേരിക്കൻ ചാരവൃത്തിയെക്കുറിച്ച് ഒബാമയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നതായിരുന്നു ഈ ആർട്ടിക്കിൾ. ആ കാലഘട്ടത്തിലെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു ഇത്. അതുപോലെ തന്നെ നിരവധി പ്രമുഖർ മുന്നോട്ട് വരികയും ഇത്തരം പരാതികൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്ക നേരിട്ട വലിയൊരു ആരോപണമായിരുന്നു ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അതായത് മറ്റു രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നു, അവർക്കെതിരെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഭയം കൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തെറ്റാണ്. പക്ഷേ ഇതിനൊന്നും നമുക്ക് ശിക്ഷിക്കാൻ നിയമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള നിയമവ്യവസ്ഥ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേ സമയത്ത് മറ്റൊരു രാജ്യത്തിന്റെ ചാരനെ മറ്റൊരു രാജ്യം പിടിക്കുകയാണെങ്കിൽ അതിന് നിയമവ്യവസ്ഥയുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യയിൽ നിന്നിട്ട് നമ്മൾ അമേരിക്കയുടെ ഒരു ചാരനെ പിടിക്കുകയാണെന്ന് കരുതുക. അയാളെ ശിക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥ ഇവിടെയുണ്ട്. പിന്നെ ആ ചാരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരാണ്? അദ്ദേഹത്തിന്റെ മാതൃരാജ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എല്ലാവരും കൈയൊഴുകിയാണ് സാധാരണ ചെയ്യാറല്ലേ? അതായത് ഞങ്ങൾ ചാരന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഏത് രാജ്യമാണ് തയ്യാറാവുക? അങ്ങനെ ഒരു പ്രധാന പ്രതിസന്ധി അവിടെയുണ്ട്. എന്തായാലും ട്രംപ് വന്നതോടുകൂടി ഇത്രയും വലിയ രഹസ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് അദ്ദേഹം മുതിർന്നത്. അതായത് ഇന്നത്തെ കഥയൊന്നും അല്ലല്ലോ, വർഷങ്ങൾക്കപ്പുറമുള്ള കഥയാണ്. അതായത് ശീതയുദ്ധ കാലഘട്ടത്തിലുള്ള കഥയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് അമേരിക്കയുടെ ഒരു പ്രതാപകാലം, അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് വീമ്പിളക്ക് കൂടിയാണ് ഇത്തരം രേഖകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ട്രംപ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോൺ എഫ് കെന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ട്രംപ് പുറത്തുവിട്ടത് എന്നത്. ആരാണ് ഈ ജോൺ എഫ് കെന്നഡി എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന പേരായിരിക്കും അദ്ദേഹത്തിൻ്റെത്. 35ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടാണ് ജോൺ എഫ് കെന്നഡിയെ അമേരിക്കൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1963 കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നേരെ ഒരു വെടിയുണ്ട പാഞ്ഞു വരുന്നത്. ഒരാൾ ഒന്നിലധികം തവണ അദ്ദേഹത്തെ വെടിവെക്കുകയും ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു. അതായത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു മരണം കൂടിയായിരുന്നു കെന്നഡിയുടേത്. ഒരുപാട് ദുരൂഹതയും അതുപോലെ തന്നെ ഒരുപാട് വലിയ സിദ്ധാന്തങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെ കൊന്നത് ആരോ ആണ്, അദ്ദേഹത്തെ കൊന്നത് ഇവരാണ്, അല്ലെങ്കിൽ ഇത് പിടിച്ച ആളല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം പേജുകളുള്ള അദ്ദേഹത്തിന്റെ മരണ രഹസ്യം നമ്മൾ വായിച്ചറിയുക തന്നെ വേണം. അത് എനിക്ക് തോന്നുന്നു 30,000 പേജിലധികമുള്ള ഒരു റിപ്പോർട്ടാണ് ട്രംപ് പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട്
തന്നെ അത് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഒരു സമയമെടുക്കും. അദ്ദേഹത്തിനെ കൊന്ന വ്യക്തി എന്ന് പറഞ്ഞ് അമേരിക്ക അറസ്റ്റ് ചെയ്ത കുറ്റവാളി തന്നെയാണോ യഥാർത്ഥ പ്രതി എന്ന് അറിയുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മരണത്തിൽ USSRന് പങ്കുണ്ടോ എന്നതും ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പല നിഗൂഢതകളും മറനീക്കി പുറത്തു വരുന്നത് ഈ പേജുകളിലൂടെയാണ് എന്നതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന വാർത്തകൾ എന്തായാലും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുമല്ലോ.